ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് സെഷൻ. നമ്മൾ ഈ സെഷൻ മുതൽ നമ്മൾ കണ്ടന്റിലേക്ക് കടക്കുകയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ കഴിഞ്ഞ സെഷനിൽ നമ്മൾ എക്കണോമിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, നമ്മൾ എക്കണോമി എന്തിന് പഠിക്കണം എന്നുള്ളതെല്ലാം നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സിലബസിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. വൺ ഓഫ് ദ ബേസിക് ടോപ്പിക്സ്. ഓക്കെ, എക്കണോമിയുടെ ഏറ്റവും ബേസിക് ടോപ്പിക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്കോണമി. സോ ഞാൻ നേരത്തെ കഴിഞ്ഞ സെഷനിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് പല രാജ്യങ്ങളും, ഇപ്പോൾ ഇന്ത്യ, USA, നോർത്ത് കൊറിയ, ഇതെല്ലാം എടുക്കുകയാണെങ്കിൽ ഈ രാജ്യത്തെ എല്ലാം എക്കണോമി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫങ്ഷനിങ് തന്നെ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ആ ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ ഈ സെഷനിൽ നമ്മൾ കാണാം. ഓക്കെ, സോ 3 ടൈപ്സ് ഓഫ് എക്കോണമി. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്കോണമി നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് 3 ടൈപ്പാണ്. ഒന്ന് കമാൻഡ് ഇക്കോണമി, ഒന്നൊരു കമാൻഡ് ഇക്കോണമിയാണ്. 2 മാർക്കറ്റ് ഇക്കോണമിയാണ്. 3 മിക്സഡ് ടൈപ്പ് ഓഫ് ഇക്കോണമി. സോ എന്താണ് ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്കോണമി, എന്താണ് ഇതിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ എന്ന് നമുക്കൊന്ന് പഠിക്കാം. മാത്രമല്ല ഇതിനകത്തുനിന്നും ചോദ്യങ്ങളൊക്കെ പ്രിലിംസിനും മെയിൻസിനും എല്ലാം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കാരണം വേൾഡ് ഒരു ഗ്ലോബലൈസേഷൻ ഇറയിലാണ്. വേൾഡ് ഒരു സിംഗിൾ മാർക്കറ്റായിട്ട് മാറുന്ന, ഒരു സിംഗിൾ എക്കോണമി ആയിട്ട് ഗ്രാജുവലി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈവൻ ഭയങ്കര സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ കമാൻഡ് ഇക്കോണമി പഠിക്കുന്ന നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന രാജ്യങ്ങൾ പോലും ഇപ്പോൾ അവരുടെ എക്കോണമി ഓപ്പൺ ആക്കി എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സോ ആ ഒരു ഗ്ലോബലൈസേഷൻ കാലഘട്ടത്തിൽ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്കോണമിയുടെ സിഗ്നിഫിക്കൻസ് എന്താണ്, അത് അവിടെ വരുന്ന മാറ്റങ്ങൾ എന്താണ് എന്നൊക്കെ ചിലപ്പോൾ UPSC ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ സ്ട്രൈറ്റ് അവേ ലെറ്റ്സ് ഗോ ടു ദ സബ്ജക്റ്റ്. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് കമാൻഡ് ഇക്കോണമിയെ പറ്റിയാണ്. ഓക്കെ, സോ എന്താണ് ഒരു കമാൻഡ് ഇക്കോണമി? കമാൻഡ് ഇക്കോണമി so in a command economy the government makes all economic decisions. സോ നമുക്ക് ഇത് ആദ്യം നമ്മുടെ ജീവിക്കുന്ന ഒരു എക്കണോമി എന്ന് തന്നെ നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിലാണ്, കേരളത്തിലാണ്. ഓക്കെ, കേരളത്തിൽ നമ്മുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം നമുക്ക് എത്രമാത്രം ഉണ്ട്, എക്കണോമിക് ഫ്രീഡം. ലൈക്ക് ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു സ്ഥലം മേടിക്കാം. നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ, നിങ്ങളുടെ സ്വന്തം പേരിൽ നിങ്ങൾക്കൊരു സ്ഥലം മേടിക്കാം. ആ സ്ഥലം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, ഗിവൺ ദാറ്റ് ചുറ്റുമുള്ള ആൾക്കാർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമ്മുടെ നാട്ടിലെ നിയമങ്ങളൊക്കെ അനുസരിച്ചിട്ടുള്ള എന്ത് വേണമെങ്കിലും ചെയ്യാം. അവിടെ കൃഷി ചെയ്യണമെങ്കിൽ കൃഷി ചെയ്യാം, അവിടെ കെട്ടിടം പണിയാം, അവിടെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമുക്ക് എന്ത് പ്രൊഫഷൻ, ഫ്രീഡം ഓഫ് പ്രൊഫഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നമുക്ക് തരുന്നുണ്ട്. എന്ത് ജോലി വേണമെങ്കിലും നമുക്ക് ചെയ്യാം. എനിക്ക് ടീച്ചറാണെങ്കിൽ അത് ആകാം, എനിക്ക് എഞ്ചിനീയർ ആണെങ്കിൽ അതാവാം, എനിക്ക് ഡോക്ടർ ആണെങ്കിൽ അതാവാം. ഗിവൺ ദാറ്റ് വി മീറ്റ് ദ ക്വാളിഫിക്കേഷൻസ്, നമുക്കത് ആവാൻ പറ്റും. മാത്രമല്ല നമ്മുടെ എക്കണോമിക് ഫ്രീഡം. നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങണം. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ നാട്ടിലൊരു പുതിയൊരു ഹോട്ടൽ തുടങ്ങണം, ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങണം, അല്ലെങ്കിൽ വേറെ ഒരു കാർ റിപ്പയർ ചെയ്യുന്ന വർക്ക്ഷോപ്പ് തുടങ്ങണം, ഫാം എക്യുപ്മെൻറ്റ്സ് വയ്ക്കുന്ന ഒരു കട തുടങ്ങണം. അങ്ങനെ എന്ത് വേണമെങ്കിലും, എന്ത് ബിസിനസ് ചെയ്യാനും നമുക്കിവിടെ സ്വാതന്ത്ര്യമുണ്ട്. ഗിവൺ ദാറ്റ് വി ഗോ ഇൻ ലൈൻ വിത്ത് ദ ലോ ഓഫ് ദ ലാൻഡ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അവിടെ ചില നിയമങ്ങളുണ്ടാവും. കേരളത്തിൽ ബിസിനസ് ചെയ്യുന്നതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അറ്റ് എൻഡ് ഓഫ് ദ ഡേ വി ഹാവ് ദ ഫ്രീഡം ടു ഡു ദ ബിസിനസ്. വി ഹാവ് ദ ഫ്രീഡം. അതായത് എനിക്ക് എന്ത് ബിസിനസ്സും നാട്ടിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കമാൻഡ് ഇക്കോണമിയിൽ അത് സാധിക്കില്ല. കമാൻഡ് ഇക്കോണമിയിൽ നമ്മൾ എന്ത് ബിസിനസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ ഗവൺമെൻറ് ആയിരിക്കും. ഓക്കെ, ഗവൺമെൻറ് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരും. അല്ലെങ്കിൽ എനിക്ക് ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഐഡിയ അവിടുത്തെ ഗവൺമെൻറ്റിനെ നമ്മളത് അറിയിക്കണം. അപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് ആലോചിക്കും, ഓക്കെ നമ്മുടെ ബിസിനസ് നാടിന് ആവശ്യമുണ്ടോ എന്ന് ഗവൺമെൻറ് ആലോചിക്കും. നമ്മുടെ നാട്ടിൽ അങ്ങനെ ആലോചിക്കുമോ? ഇല്ല. ഞാനിപ്പം നാളെ ഒരു കാർ റിപ്പയർ വർക്ക്ഷോപ്പ് തുടങ്ങുവാണെങ്കിൽ ഗവൺമെൻറ് ഒരിക്കലും ചോദിക്കില്ല നീ എന്തിനാണ് തുടങ്ങുന്നത്, നാട്ടിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയില്ല. പക്ഷെ ഒരു കമാൻഡ് ഇക്കോണമിയിൽ ഗവൺമെൻറ് ആണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ലാൻഡ് കൺട്രോൾ ചെയ്യുന്നത്, ലേബർ കൺട്രോൾ ചെയ്യുന്നത്, ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത്, എല്ലാം ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ലാൻഡിൻ്റെ കാര്യം. നാട്ടിലാണെങ്കിൽ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ ലാൻഡ് മേടിച്ച് നമുക്ക് ആ ലാൻഡ് കൊണ്ട് എന്തും ചെയ്യാം. പക്ഷേ കമാൻഡ് ഇക്കോണമിയിൽ നമുക്ക് സ്വന്തമായിട്ട് ലാൻഡ് ഇല്ല. ലാൻഡ് ഇസ് ഫുള്ളി പബ്ലിക്. ലാൻഡ് പബ്ലിക്കാണ്. ഗവൺമെൻറ് നമുക്ക് താമസിക്കാനോ നമുക്ക് ഉപയോഗിക്കാനോ ലാൻഡ് തരും. അതൊരിക്കലും നമ്മുടെ ലാൻഡ് ആകുന്നില്ല, അത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ലാൻഡാണ്. ഓക്കെ, സ്റ്റേറ്റ് ഓണർഷിപ്പ് ഓഫ് ലാൻഡ്, ക്യാപിറ്റൽ ആൻഡ് മേജർ ഇൻഡസ്ട്രീസ്. അതായത് എല്ലാ ഇൻഡസ്ട്രിയും കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് നോക്കും, ഓക്കെ മാർക്കറ്റിൽ എന്താണ് ആവശ്യം, കാറുകൾ കൂടുതൽ ആവശ്യമുണ്ട്, കൂടുതൽ കാർ പ്രൊഡ്യൂസ് ചെയ്യും. നാട്ടിൽ വേറെ മെഷീനറി ബിസിനസ്സിന് അല്ലെ ഫാക്ടറീസിൻ്റെ മെഷീനറീസ് ആണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ കൂടുതൽ മെഷീനറി ഉണ്ടാക്കാൻ ഗവൺമെൻറ് പറയും. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്? ഒരിക്കലും അല്ല. നമ്മുടെ നാട്ടിലൊരു കാർ കമ്പനി വന്നു കഴിഞ്ഞാൽ അവർ മാർക്കറ്റിലെ ഡിമാൻഡ് നോക്കും, ആൾക്കാർക്ക് കാർ ആവശ്യമുണ്ടോ എന്ന് നോക്കും. എന്നിട്ട് അവരുടെ പ്രോഫിറ്റബിലിറ്റിയും കൂടെ നോക്കിയിട്ട് അവർ കൂടുതൽ കാർ നിർമ്മിക്കും.
പക്ഷേ കമാൻഡ് ഇക്കോണമിയിൽ അങ്ങനെയല്ല, ഗവൺമെൻറ് തീരുമാനിക്കും നിങ്ങൾക്ക് കാറ് വേണോ വേണ്ടയോ എന്ന്. ഗവൺമെൻറ്റാണ് എല്ലാം തീരുമാനിക്കുന്നത്. മിനിമൽ പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ, നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യം അതുതന്നെയാണ്. എല്ലാം ഗവൺമെൻറ്റാണ് ഒരു കമാൻഡ് ഇക്കോണമിയിൽ തീരുമാനിക്കുന്നത്. ഓക്കെ. പ്രൊഡക്ഷൻ എയിംസ് അറ്റ് വെൽഫെയർ ആൻഡ് നോട്ട് പ്രോഫിറ്റ്, ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതായത് ഇങ്ങനെ ഒരു എക്കോണമി, അതായത് നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ നാട്ടിൽ അറിവില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഇപ്പം നോർത്ത് കൊറിയ ഒക്കെ ഇതിൻ്റെ നല്ല ഒന്നാം തരം എക്സാമ്പിളാണ്. നോർത്ത് കൊറിയ അതൊരു കമാൻഡ് ഇക്കോണമിയുടെ ക്ലിയർ എക്സാമ്പിളാണ്. അപ്പോൾ അവിടെ ആൾക്കാർക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല അവരുടെ മോട്ടീവ്. അവിടെ ജീവിക്കുക, ജനങ്ങളുടെ വെൽഫെയർ ആണ് ഗവൺമെൻറ് നോക്കുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണോ? അങ്ങനെ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് ചെയ്യാം, നമുക്ക് വേണ്ടത്ര വെൽത്ത് നമുക്ക് സമ്പാദിക്കാം, ആ വെൽത്ത് നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ഇനീക്വാളിറ്റിയുടെ പ്രശ്നം ഉണ്ടാവും. അതായത് കുറേ വെൽത്തി ആയിട്ടുള്ള ആൾക്കാരും എന്നാൽ വെൽത്ത് കുറഞ്ഞ കുറേ ആൾക്കാരും, അങ്ങനെ ഒരു ഇനീക്വാളിറ്റി അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കമാൻഡ് ഇക്കോണമിയുടെ തിയറി അല്ലെ ഗവൺമെൻറ് ഒരു പ്യൂർ സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഗവൺമെൻറ് അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് അമിതമായ ലാഭം ഉണ്ടാക്കാൻ അനുവദിക്കുന്നില്ല. എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടതോ വെൽഫെയറിന് വേണ്ടതോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവിടെ വെൽഫെയർ ആണ് ഗവൺമെൻറ്റിൻ്റെ മെയിൻ മോട്ടീവ്, പ്രോഫിറ്റ് അല്ല. ഓക്കെ, അതൊക്കെയാണ് ഒരു കമാൻഡ് ഇക്കോണമിയുടെ കീ ഫീച്ചേഴ്സ്. പിന്നെ പ്രൈസ് ആൻഡ് വേജസ് ആർ ഫിക്സഡ് ബൈ ദ സ്റ്റേറ്റ്. ദാറ്റ് ഈസ് ഓൾസോ അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ ഞാനൊരു 3 ആപ്പിൾ വിൽക്കാനിരിക്കുകയാണ്. ഓക്കെ, എൻ്റെ ഇപ്പുറത്ത് വേറൊരു കക്ഷിയുടെ കയ്യിൽ 5 ആപ്പിൾ ഉണ്ടെന്ന് വിചാരിക്കുക. 5 ആപ്പിൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ പറയുന്നു, അല്ലെങ്കിൽ 5 ആപ്പിൾ വേണ്ട, 3 ആപ്പിൾ മാത്രമേ ഉള്ളൂ സൊസൈറ്റിയിൽ വിചാരിക്കുക. അപ്പം ഡിമാൻഡ് കൂടുതലാണ്. 10 പേര് ഈ 3 ആപ്പിൾ മേടിക്കാൻ വന്നു. 10 പേര് ഈ 3 ആപ്പിൾ മേടിക്കാൻ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ഈ ആപ്പിളിന് ഡിമാൻഡ് കൂടി, എനിക്ക് കൊടുക്കാൻ 3 ആപ്പിളേ ഉള്ളൂ, മേടിക്കാൻ 10 പേരുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? പതുക്കെ ഇതിൻ്റെ വില കയറ്റും അല്ലേ. 10 രൂപയായിരുന്ന ആപ്പിൾ ഞാൻ ചിലപ്പം 20 രൂപയ്ക്ക് വിൽക്കും. കാരണം മേടിക്കാൻ ആളുണ്ട്. 20 രൂപയ്ക്ക് 20 രൂപ എന്നാലേ ഞാൻ ആപ്പിൾ തരുള്ളൂ എന്ന് പറഞ്ഞാലും 10 പേര് മേടിക്കാനുണ്ട്. അപ്പോൾ അതാണ് മാർക്കറ്റ് ഡിമാൻഡ് അല്ലേ. 10 പേര് ആപ്പിൾ മേടിക്കാൻ വന്നപ്പം 3 ആപ്പിളേ ഉള്ളൂ, അതിൻ്റെ ഡിമാൻഡ് എന്തായി? ഡിമാൻഡ് കൂടി. അപ്പോൾ എന്ത് ചെയ്യും? പ്രൈസും കൂടി. അതാണ് ഒരു മാർക്കറ്റ് ഇക്കോണമി. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത്, വർക്ക് ചെയ്യുന്നത്. ഡിമാൻഡ് കൂടുമ്പോൾ വില കൂടും. പക്ഷേ കമാൻഡ് ഇക്കോണമിയിൽ അങ്ങനെയല്ല. കമാൻഡ് ഇക്കോണമിയിൽ ഗവൺമെൻറ് പറയുന്നു, നിൻ്റെ ഈ 3 ആപ്പിൾ ഉണ്ടോ? 3 ആപ്പിളിൻ്റെ വില 10 രൂപ ഗവൺമെൻറ് ഫിക്സ് ചെയ്തു. എത്ര ഡിമാൻഡ് ഉണ്ടെങ്കിലും അത് കൂട്ടാൻ അത് സമ്മതിക്കത്തില്ല. അതാണ് കമാൻഡ് ഇക്കോണമിയുടെ മറ്റൊരു പ്രത്യേകത. പ്രൈസ് ആൻഡ് വേജസ് ആർ ഫിക്സഡ് ബൈ ദ സ്റ്റേറ്റ്. സാലറി നമുക്ക് എല്ലാവർക്കും അറിയാം. കമാൻഡ് ഇക്കോണമിയിൽ നമ്മൾ കണ്ടു. അതായത് എല്ലാ എക്കണോമിക് ഡിസിഷൻസ് അല്ലെങ്കിൽ എല്ലാ ലാൻഡ്, ക്യാപിറ്റൽ, ഇൻഡസ്ട്രീസ് എല്ലാം സ്റ്റേറ്റ് കൊണ്ടാണ്. അപ്പോൾ സ്റ്റേറ്റ് തന്നെയാണ് സാലറി തീരുമാനിക്കുന്നത്, നമ്മുടെ സർക്കാർ ജീവനക്കാരെ പോലെ. ലിമിറ്റഡ് കൺസ്യൂമർ ചോയ്സ് ഡ്യൂ ടു പ്ലാൻഡ് ഔട്ട്പുട്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പം കാർ ഉണ്ടാക്കുന്ന കമ്പനി, അപ്പോൾ ഗവൺമെൻറ് ആണ് തീരുമാനിക്കുന്നത് എത്ര കാർ ഉണ്ടാക്കണം. അപ്പം മാരുതി സുസുക്കി എന്ന ഒരു കമ്പനിയെ നമ്മുടെ നാട്ടിലുള്ളൂ എന്ന് വിചാരിക്കാം. മാരുതി അത് ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്നു. ഗവൺമെൻറ് തീരുമാനിക്കുന്നു എത്ര വണ്ടി മാർക്കറ്റിൽ ഇറക്കണം, മാർക്കറ്റിൻ്റെ ആവശ്യം അനുസരിച്ച്. അപ്പം മാരുതി എന്ന ബ്രാൻഡ് മാത്രമേ ഇവിടെ ഉള്ളൂ. നമുക്ക് ചോയ്സ് ഉണ്ടോ? ഇല്ല. അവരിറക്കുന്ന വണ്ടി മേടിക്കാനേ പറ്റുള്ളൂ. അവിടെ ഒരു കോമ്പറ്റീഷൻ വന്നാൽ മാത്രമല്ലേ അവരും ബെറ്റർ ആവാൻ ശ്രമിക്കുകയുള്ളൂ. അല്ലെ എല്ലാ കാലത്തും അവർ മാരുതി 800 വിറ്റോണ്ടിരിക്കും. അപ്പോൾ ആ കോമ്പറ്റീഷൻ വരാത്തിടത്തോളം കാലം നമുക്ക് ഒരേ ചോയ്സ് തന്നെ ഉണ്ടാവുള്ളൂ. വലിയൊരു ഡൈവേഴ്സിറ്റി ഓഫ് ചോയ്സ് നമുക്ക് ഉണ്ടാകുന്നില്ല. ഓക്കെ, സോ അതാണ് ലിമിറ്റഡ് കൺസ്യൂമർ ചോയ്സ് ഡ്യൂ ടു പ്ലാൻഡ് ഔട്ട്പുട്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ കണ്ട കീ ഫീച്ചേഴ്സ് ഓഫ് എ കമാൻഡ് ഇക്കോണമി. അതായത് നമ്മൾ സമ്മറി പറയുകയാണെങ്കിൽ കമാൻഡ് ഇക്കോണമിയിൽ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ് ഒരു സെൻട്രൽ അതോറിറ്റി ആയിട്ടിരിക്കുന്നു. പ്രൊഡക്ഷൻ, സപ്ലൈ, ലേബർ എല്ലാം മാനേജ് ചെയ്യുന്നത്, വെൽത്ത് എല്ലാം മാനേജ് ചെയ്യുന്നത് ഒരു ഗവൺമെൻറ് ആയിരിക്കും, ഒരു സെൻട്രൽ അതോറിറ്റി ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ കമാൻഡ് ഇക്കോണമിയുടെ പ്രത്യേകത. അടുത്തതായിട്ട് നമ്മൾ പോകുന്നു മാർക്കറ്റ് ഇക്കോണമി. സോ നമ്മൾ മാർക്കറ്റ് ഇക്കോണമിയിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് ടോട്ടലി ഓപ്പോസിറ്റ് ഓഫ് എ കമാൻഡ് ഇക്കോണമി. അതായത് ഒരു മാർക്കറ്റ് ഇക്കോണമിയിൽ ഒരു സെൻട്രൽ ഏജൻസി ഇല്ല. ഓക്കെ, ഡിസിഷൻസ് ആർ ഡ്രിവൺ ബൈ പ്രൈസ് മെക്കാനിസം.
പ്രൈസ് മെക്കാനിസം. അതായത് നമ്മൾ നേരത്തെ കണ്ടു, അതായത് എൻ്റെ കയ്യിൽ 3 ആപ്പിളുണ്ട്. നമ്മൾ നേരത്തെ കണ്ട അതേ എക്സാമ്പിൾ, 3 ആപ്പിളുണ്ട്. എത്ര പേരിന് മേടിക്കാൻ? 10 പേരുണ്ട് ഈ 3 ആപ്പിൾ മേടിക്കാനായിട്ട്. 10 പേര് വരുന്നു. അപ്പോൾ 3 ആപ്പിളിന് ആദ്യത്തെ വില എത്രയായിരുന്നു? 10 രൂപയായിട്ട് ഞാൻ തീരുമാനിച്ചു. പക്ഷേ ഡിമാൻഡ് കൂടി, 10 പേര് മേടിക്കാൻ വന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താ, എനിക്ക് 10 രൂപയ്ക്ക് വിൽക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ ആൾക്കാർ വരുമ്പോൾ എനിക്ക് വില കൂട്ടാമല്ലോ. അപ്പോൾ കൂടുതൽ വില തരുന്നവന് ഞാൻ ആപ്പിൾ തരും. അപ്പോൾ 10 എന്നുള്ളത് ഞാൻ ഒറ്റയടിക്ക് 25 രൂപയാക്കി. 10 പേര് അതൊരു 6 പേരായിട്ട് കുറഞ്ഞു. വീണ്ടും ഡിമാൻഡ് ഉണ്ട്. എത്രയാ? വീണ്ടും 3 ആപ്പിൾ എൻ്റെ കയ്യിലുള്ളൂ. വീണ്ടും 3 ആപ്പിളെ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? 25 എന്നുള്ളത് നേരെ 50 ആക്കി, കുത്തനെ കൂട്ടി. അപ്പോഴും കറക്റ്റ് ഒരു 3 പേരുടെ മേടിക്കാൻ വന്നു. ആ 3 പേര് എൻ്റെ ആപ്പിൾ മേടിക്കും. അതായത് 50 രൂപ കയ്യിലുള്ളവർ എൻ്റെ ആപ്പിൾ മേടിക്കും. അതാണ് ഒരു മാർക്കറ്റ് എക്കണോമിയുടെ ഏറ്റവും ബേസിക്. അതായത് മാർക്കറ്റ് എക്കണോമിയിൽ എക്കണോമിയെ തീരുമാനിക്കുന്നത് സപ്ലൈയും ഡിമാൻഡുമാണ്. ഓക്കെ, അതെന്താ നമുക്ക് നോക്കാം, വിശദമായിട്ട് നോക്കാം. ഡിസിഷൻസ് ആർ ഡ്രിവൺ ബൈ എ പ്രൈസ് മെക്കാനിസം. പിന്നെ പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് റിസോഴ്സസ് ആൻഡ് എൻ്റർപ്രൈസസ്. അതിപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു എക്സാമ്പിളാണ്. പ്രൈവറ്റ് ഓണർഷിപ്പാണ് എല്ലാത്തിനും, എൻ്റർപ്രൈസസിനും റിസോഴ്സസിനും എല്ലാം പ്രൈവറ്റ് ഓണർഷിപ്പ് ഉണ്ട്. എനിക്ക് പൈസ ഉണ്ടെങ്കിൽ എനിക്ക് സ്ഥലം മേടിക്കാം, എനിക്ക് പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ബിസിനസ് തുടങ്ങാം. അപ്പം എല്ലാം പ്രൈവറ്റ് ഓണർഷിപ്പാണ്. ഇപ്പോൾ ഇൻഡസ്ട്രീസ്, ബിസിനസ്സസ് എല്ലാം നമ്മൾ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തിക്ക് സ്വന്തമായിട്ട് ഓൺ ചെയ്യാം. പക്ഷെ നമ്മുടെ കമാൻഡ് ഇക്കോണമിയിൽ എങ്ങനെയായിരുന്നു? അങ്ങനെയല്ല, എല്ലാം ഗവൺമെൻറ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, മാർക്കറ്റ് ഇക്കോണമിയിലേക്ക് വരുമ്പോൾ അത് മാറും. മാർക്കറ്റ് ഇക്കോണമിയുടെ ഒന്നാന്തരം ഉദാഹരണമാണ് USA. ഒരു പ്രോഫിറ്റ് മോട്ടീവ് ഗൈഡ്സ് ദ പ്രൊഡക്ഷൻ. സോ നമുക്ക് എല്ലാത്തിനും ഒരു പ്രോഫിറ്റ് മോട്ടീവ് ഉണ്ടായിരിക്കും. അതായത് മാർക്കറ്റ് ഇക്കോണമിയിൽ എനിക്ക് ലാഭം ഉണ്ടാക്കാനാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമുള്ള ബിസിനസ് ചെയ്യാം, അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എനിക്ക് കുറച്ച് ലാഭം മതിയെങ്കിൽ അതങ്ങനെ ചെയ്യാം. എനിക്ക് കൂടുതൽ ലാഭം വേണമെങ്കിൽ ആ ബിസിനസ് അതനുസരിച്ച് എനിക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും ഒരു പ്രോഫിറ്റ് മോട്ടീവ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യം, എനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ബിസിനസ് ചെയ്യുള്ളൂ. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ അതാണ് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ KSRTC പ്രൈവറ്റ് ബസ്സുകാരും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇപ്പോൾ KSRTC പ്രൈവറ്റൈസ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്. അത് എക്കണോമിയെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്ത വ്യക്തികളായിരിക്കും. KSRTC ഉടനെ പ്രൈവറ്റൈസ് ചെയ്യണം. പക്ഷെ നമ്മൾ മനസ്സിലാകും, KSRTC എല്ലാ റൂട്ടിലും ലാഭകരമല്ലാത്ത റൂട്ടിൽ ഏതെങ്കിലും പ്രൈവറ്റ് വ്യക്തി വണ്ടി ഓടിക്കുമോ? ഇല്ല. മാത്രമല്ല പിന്നെ അതിനകത്ത് വേറെ ഒരുപാട് സോഷ്യൽ സൈഡുണ്ട്, പല കാരണങ്ങളുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഇപ്പോൾ പോകുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രോഫിറ്റ് ഇല്ലാത്ത ഒരു ബിസിനസ്സും ഒരു മാർക്കറ്റ് ഇക്കണോമിയിൽ ആരും ചെയ്യില്ല. സോ ഒരു ലാഭം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് മാത്രമേ എല്ലാവരും ചെയ്യുള്ളൂ. കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ഫേംസ്, ശരിയല്ലേ? നമ്മൾ മാർക്കറ്റ് ഇക്കോണമിയാണ്. എനിക്കിപ്പം നമ്മൾ മാരുതി സുസുക്കി കാർ കമ്പനിയുടെ എക്സാമ്പിൾ പറഞ്ഞു. അപ്പം ഒരു കാർ കമ്പനി ഉണ്ട്, എനിക്ക് വേണമെങ്കിൽ എൻ്റെ സ്വന്തം കാർ കമ്പനി ആരംഭിക്കാം. ഓക്കെ, ഞാനൊരു പുതിയൊരു കാർ കമ്പനി കൊണ്ടുവന്നു. അപ്പം ഞാനും മാരുതി സുസുക്കി തമ്മിൽ കോമ്പറ്റീഷനായി. പിന്നെ ഞങ്ങൾ ബെറ്റർ പ്രോഡക്ട്സ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു തത്രപ്പാടിലായിരിക്കും. ഓക്കെ, അപ്പം പല കമ്പനിയുണ്ട്. ഇപ്പം നാട്ടിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ മാരുതി ഉണ്ട്, ടൊയോട്ട ഉണ്ട്, ഹ്യുണ്ടായി ഉണ്ട്, കിയ ഉണ്ട്. അപ്പം അങ്ങനെ പല സെഗ്മെന്റിലുള്ള മാർക്കറ്റ് വാഹന ഡീലേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരുടെ ഇടയിൽ നല്ലൊരു ഹെൽത്തി കോമ്പറ്റീഷൻ അവരുടെ ഇടയിൽ ഉണ്ടാകും. കാരണം എന്താ? പ്രോഫിറ്റ് മോട്ടീവാണ്. എല്ലാവർക്കും പ്രോഫിറ്റ് കൂട്ടണം, കൂടുതൽ കാറുകൾ വിൽക്കണം. അപ്പോൾ കൂടുതൽ കാറുകൾ അവർക്ക് വിറ്റാൽ മാത്രമേ പ്രോഫിറ്റ് കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രോഫിറ്റാണ് പ്രൈം മോട്ടീവ്. അപ്പോൾ പ്രോഫിറ്റ് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യും? അവർ പുതിയ മോഡൽ ഇറക്കും, പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവരും. കാരണം എന്താ? കോമ്പറ്റീഷൻ ഉണ്ട്. ടൊയോട്ട നല്ലൊരു കാർ ഇറക്കിയാൽ അതിനേക്കാൾ നല്ല കാർ മാരുതി ഇറക്കണം. അതാണ് ഒരു മാർക്കറ്റ് ഇക്കോണമിയുടെ മെയിൻ എക്സാമ്പിൾ. പക്ഷെ നമ്മുടെ കമാൻഡ് ഇക്കോണമിയിൽ അതുണ്ടായിരുന്നോ? കമാൻഡ് ഇക്കോണമിയിൽ ആ കോമ്പറ്റീഷൻ ഇല്ല. കാരണം ഗവൺമെൻറ് എല്ലാം കൺട്രോൾ ചെയ്യുന്നു. അവിടെ ആൾക്കാർക്ക് കൂടുതൽ വെൽത്ത് സമ്പാദിക്കണമെന്നോ പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്നോ ഒന്നുമില്ല. ഒറ്റ കാർ കമ്പനി മതിയെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു. പിന്നെയാണ് കോമ്പറ്റീഷൻ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇന്നോവേഷനും കുറയും. ഓക്കെ, പിന്നെ കൺസ്യൂമർ സോവർജിനിറ്റി. കൺസ്യൂമേഴ്സ് ഡിസൈഡ് വാട്ട് ടു ഗെറ്റ് പ്രൊഡ്യൂസ്ഡ്. അതായത് കൺസ്യൂമറാണ് തീരുമാനിക്കുന്നത് എന്ത് കൂടുതൽ വേണം എന്നുള്ളത്. അതായത് ഇപ്പം ആൾക്കാർ കുറേ TV മേടിച്ചു. ഓക്കെ, ആൾക്കാർക്ക് TV കാണാൻ ഇഷ്ടം. അപ്പോൾ ആൾക്കാർ കൂടുതലായി TV മേടിക്കാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്യും? മാർക്കറ്റിൽ TVയുടെ ഡിമാൻഡ് കൂടി. അപ്പോൾ എന്ത് പറ്റി? TVയുടെ പ്രൊഡക്ഷൻ കൂടും. ഇപ്പം ആൾക്കാർ തീരുമാനിക്കുന്നു, എനിക്ക് നാളെ തൊട്ട് ഐ നീഡ് ടു കൺസ്യൂം മോർ മീറ്റ്, ചിക്കനും ഫിഷും ഒക്കെ എനിക്ക്
കൂടുതൽ കൺസ്യൂം ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ വീണ്ടും ഡിമാൻഡ് കൂടി, അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ വീണ്ടും കൂടും. അപ്പോൾ മാർക്കറ്റിലെ ഡിമാൻഡ് അനുസരിച്ച്, അതായത് മാർക്കറ്റ് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ജനങ്ങൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ കളക്റ്റീവായിട്ടൊന്നും തീരുമാനിക്കുക എന്നുള്ളതല്ല, നാച്ചുറലി അതിൻ്റെ ഡിമാൻഡ് കൂടും. ഫോർ എക്സാമ്പിൾ ഇപ്പം കോവിഡിൻ്റെ സമയത്ത് നമ്മൾ മാസ്ക് എല്ലാവരും മേടിച്ചു അല്ലേ. ഇപ്പോൾ ജനങ്ങൾ മൊത്തം മാസ്ക് മേടിച്ചു, അപ്പോൾ മാസ്കിൻ്റെ ഡിമാൻഡ് കൂടി, അപ്പം മാസ്കിൻ്റെ പ്രൊഡക്ഷൻ കൂടും. ഇപ്പം ഗോൾഡിൻ്റെ വില കയറാൻ പല കാരണമുണ്ടെങ്കിലും ആൾക്കാർ കൂടുതലായിട്ട് ഗോൾഡ് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഫെസ്റ്റീവ് സീസണിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഗോൾഡ് മേടിക്കും. അപ്പോൾ ആൾക്കാർ എല്ലാവരും കൂടെ ബൾക്കായിട്ട് ഗോൾഡ് മേടിക്കുമ്പോൾ ഗോൾഡിൻ്റെ ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും? കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാവണം ഗോൾഡിൻ്റെ അല്ലേ. അപ്പോൾ ആൾക്കാരുടെ ചോയ്സാണ്. ഇപ്പോൾ കമാൻഡ് ഇക്കോണമി ആയിരുന്നെങ്കിലോ ഗവൺമെൻറ് പറയും ഗോൾഡ് പ്രൊഡക്ഷൻ ഇത്രയേ ഉള്ളൂ, അതിനുള്ളത് മേടിച്ചാൽ മതി, അല്ലെങ്കിൽ കാറുകൾ ഇത്രയേ ഉള്ളൂ, അത് മേടിച്ചാൽ മതി. അതൊക്കെയാണ് ഒരു കമാൻഡ് ഇക്കോണമിയുടെ പ്രത്യേകത. പക്ഷെ മാർക്കറ്റ് ഇക്കോണമിയിൽ വന്നപ്പോഴോ കൺസ്യൂമേഴ്സ് ക്യാൻ കൺസ്യൂം വാട്ട് എവർ ദേ വാണ്ട്. അതിനനുസരിച്ച് മാർക്കറ്റിൽ ഡിമാൻഡ് ഇങ്ങനെ മാറി മാറി നിൽക്കും. അപ്പോൾ അങ്ങനെ ഡിമാൻഡ് മാറുമ്പോൾ പ്രൊഡക്ഷനും അതിനനുസരിച്ച് മാറും. മിനിമൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ നമ്മൾ നേരത്തെ കമാൻഡ് ഇക്കോണമി കണ്ടു, എല്ലാ ഇൻഡസ്ട്രീസും ഗവൺമെൻറ്റാണ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ മാർക്കറ്റ് ഇക്കോണമിയിൽ അങ്ങനെയല്ല. നമ്മൾ നേരത്തെ കണ്ടു ആർക്കും എന്തും ചെയ്യാം, ആർക്കും എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, എന്ത് പ്രൊഫഷണൽ വേണമെങ്കിലും അവർക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ വളരെ മിനിമലായിരിക്കും. ഹൈ ഇന്നോവേഷൻ എഫിക്കസി ഡ്യൂ ടു ഇൻസെൻറ്റീവ്സ്, അതായത് പ്രോഫിറ്റ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്കൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളത് കൂടുതൽ ബെറ്റർ ആയിട്ട് ചെയ്യാൻ സാധിക്കും. ബെറ്റർ ആയിട്ട് ചെയ്യാൻ നമ്മൾ കൂടുതൽ ചിന്തിക്കും, ഇന്നോവേറ്റ് ചെയ്യും, റിസർച്ച് ചെയ്യും. നമ്മൾ നേരത്തെ കണ്ടു കോമ്പറ്റീഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടു കൂടുതൽ കോമ്പറ്റീഷൻ വരുവാണ് മാർക്കറ്റിലോട്ട്. അപ്പോൾ കൂടുതൽ ഇന്നോവേഷൻ കൊണ്ടുവരും. നമ്മുടെ കൗണ്ടർ പാർട്ടിനേക്കാൾ ബെറ്റർ ഓപ്ഷൻസ് കൊണ്ടുവരാനായിട്ട് നമ്മൾ റിസർച്ച് ചെയ്യും. ഓക്കെ, അങ്ങനെ റിസർച്ച് ചെയ്ത് കൂടുതൽ ബെറ്റർ പ്രൊഡക്ട്സ് നമ്മൾ കൊണ്ടുവരും. കാരണം എന്താ? വി നീഡ് മോർ പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ കൂടുതൽ പണിയെടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ലാഭം കിട്ടും. പക്ഷെ കമാൻഡ് ഇക്കോണമിയിൽ അങ്ങനെയാണോ? അല്ല, നമ്മൾ എത്ര പണിയെടുത്താലും ഇത്ര രൂപയെ നമുക്ക് കിട്ടുള്ളൂ, അത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പരിധി കൂടുതൽ പണിയെടുക്കാൻ തോന്നത്തില്ല. പക്ഷെ മാർക്കറ്റ് ഇക്കോണമിയിൽ അങ്ങനെയാണോ? അല്ല, ഞാൻ കൂടുതൽ പണിയെടുത്താൽ എനിക്ക് കൂടുതൽ ഇൻകം കിട്ടും, അല്ലെങ്കിൽ കൂടുതൽ ഇൻപുട്ട് കിട്ടും. സോ അതുകൊണ്ട് ഞാൻ മോട്ടിവേറ്റഡ് ആണ്. എനിക്ക് കൂടുതൽ പണിയെടുക്കാനും എനിക്ക് കൂടുതലായിട്ട് ഇന്നോവേറ്റ് ചെയ്യാനും എല്ലാം ഞാൻ മോട്ടിവേറ്റഡ് ആണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ ഒരു മാർക്കറ്റ് ഇക്കണോമിയുടെ പ്രത്യേകത. സോ അടുത്തായിട്ട് നമുക്ക് കാണാൻ പോകുന്നത് ഫീച്ചേഴ്സ് ഓഫ് എ മിക്സഡ് ഇക്കോണമി. നമ്മുടെ തേർഡ് ടൈപ്പ് ഓഫ് ഇക്കോണമിയാണ് മിക്സഡ് ഇക്കോണമി. മിക്സഡ് ഇക്കോണമി ഇതിൻ്റെ ഒന്നാം തരം എക്സാമ്പിളാണ് ഇന്ത്യ. കാരണം ഇന്ത്യയിൽ നമുക്ക് ഒരു മാർക്കറ്റ് എക്കണോമിയുടെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, ശരിയല്ലേ? നമുക്ക് സ്ഥലം മേടിക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാണ് ബിസിനസ് തുടങ്ങണം, ബിസിനസ് ചെയ്യാം. നമ്മുടെ നാട്ടിലെ സാഹചര്യം നോക്കിയാൽ മതി, നമുക്ക് എന്തും ചെയ്യാം. നമുക്ക് ആസ് ലോങ് ആസ് ഇറ്റ് ഇസ് ലീഗലി വാലിഡ് നമുക്കത് ആ ബിസിനസ് ചെയ്യുമോ, പ്രൊഫഷൻ സ്വീകരിക്കുമോ, എന്തും ചെയ്യാം. സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ, എത്ര വേണേലും പൈസ ഉണ്ടാക്കാം. എനിക്ക് കൂടുതൽ ബിസിനസ് ചെയ്ത് എനിക്ക് എത്ര വേണേലും പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മുടെ അംബാനി, അദാനി എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ സ്കൈ ഈസ് എ ലിമിറ്റ്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഒരു കമാൻഡ് ഇക്കോണമിയുടെ കുറച്ച് ഫീച്ചേഴ്സും നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് നാളെ ഒരു ആറ്റോമിക് പവർ പ്ലാന്റ് തുടങ്ങണം. ആറ്റോമിക് പവർ പ്ലാന്റ് എന്താ ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു, വിൽക്കുന്നു, അതാണ് ഇവർ ചെയ്യുന്നത്. പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ സാധിക്കില്ല. കാരണം അതൊരു സ്ട്രാറ്റജിക് സെക്ടറായിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുക. അത് ഗവൺമെൻറ് തീരുമാനിക്കുന്നവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. നാളെ എനിക്കൊരു റാഫേൽ ജെറ്റ്, എനിക്ക് ജെറ്റ് വിമാനം പറപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫ്രാൻസിൽ നിന്ന് എനിക്ക് റാഫേൽ ജെറ്റ് മേടിപ്പിച്ചുകൊണ്ട് വീടിൻ്റെ മുറ്റത്തുകൊണ്ട് ഇടാൻ പറ്റുമോ? പറ്റില്ല. ബിക്കോസ് ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് സ്ട്രാറ്റജിക് ഡിഫൻസ് സെക്ടർ. ഇപ്പം US-ലാണെങ്കിലും ഒരു പരിധിവരെയൊക്കെ ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ അത്രയും ഇല്ല. ഓക്കെ, നമ്മൾ അത്രയും റെസ്ട്രിക്ഷൻസ് ഒന്നും ഒരു പ്യുവർ മാർക്കറ്റ് US പോലുള്ള പ്യുവർ മാർക്കറ്റ് എക്കണോമിയിൽ നമ്മുടെ അത്രയും റെസ്ട്രിക്ഷൻസ് ഇല്ല. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും റെയിൽവേ ഒക്കെ ഇപ്പം വീണ്ടും പ്രൈവറ്റൈസ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ ഒരു 10 വർഷം മുമ്പത്തെ റെയിൽവേ നമ്മൾ കാണുകയാണെങ്കിൽ എനിക്ക് കാശ് കൊടുത്തൊരു ട്രെയിൻ മേടിക്കാൻ പറ്റുമോ? ഞാൻ എൻ്റെ ഫാദറിനോടൊക്കെ ചോദിച്ച ഓർമ്മയുണ്ട്, അച്ഛാ എനിക്ക് ട്രെയിൻ ഒരെണ്ണം മേടിക്കണം എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് റെയിൽവേ, അത് ഗവൺമെൻറ് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന സെക്ടറാണ് റെയിൽവേ. അപ്പോൾ അതിനകത്ത് എനിക്ക് കിടക്കാൻ സാധിക്കില്ല. ഇപ്പം മാറ്റങ്ങൾ വരുന്നുണ്ട്, ഇപ്പം പതുക്കെ പ്രൈവറ്റൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും. അതുപോലെയാണ് സ്പേസ് സെക്ടർ. പണ്ട് ISRO എന്ന് പറയുന്ന ഒറ്റ മോണോപോളിയായിരുന്നു രാജ്യത്തുള്ള, റോക്കറ്റ് വിക്ഷേപിക്കാനും ലോഞ്ച് വെഹിക്കിൾസ് വിക്ഷേപിക്കാനും ഒക്കെ. ഇപ്പം അങ്ങനെയാണോ? ഇപ്പം മാറി തുടങ്ങി. ഇപ്പം സ്കൈ റൂട്ട് എയറോസ്പേസ് എന്നൊക്കെ പറഞ്ഞ്
പ്രൈവറ്റ് ഏജൻസീസ് വരുന്നുണ്ട്, എങ്കിലും മോണോപോളീസ് വിത്ത് ഗവൺമെൻറ്. പക്ഷേ ഒരു 10 വർഷം മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ISRO മാത്രമായിരുന്നു സ്പേസ് സെക്ടറിൽ ഉണ്ടായിരുന്നത്, ഗവൺമെൻറ്റിൻ്റെ മോണോപോളി ആയിരുന്നത്. സോ അതൊക്കെ ഗവൺമെൻറ്റിന് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില സെക്ടേഴ്സാണ്. സോ അതുകൊണ്ട് നമുക്ക് അതിലേക്ക് കടക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മിക്സഡ് എക്കോണമിയിൽ 2 ഫീച്ചേഴ്സും ഉണ്ട്. കമാൻഡ് എക്കോണമിയുടെ ഫീച്ചേഴ്സും ഉണ്ട്, മാർക്കറ്റ് ഇക്കോണമിയുടെ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ മാർക്കറ്റ് ഇക്കോണമിയുടെ മറ്റൊരു വലിയ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പ്രൈസ് തീരുമാനിക്കുന്നത് മാർക്കറ്റാണ്. മാർക്കറ്റിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. നമ്മൾ നേരത്തെ കണ്ടു, ഒരു ആപ്പിൾ എടുത്തു, ആ ആപ്പിളിൻ്റെ ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് പറ്റും? സപ്ലൈ കുറയും. നമ്മൾ ആപ്പിൾ കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഇപ്പോൾ 10 ആപ്പിൾ വിറ്റ് പോകുന്ന സമയം 10 ആപ്പിൾ തീർന്നാൽ വീണ്ടും അടുത്ത 10 ആപ്പിൾ വരണം. വന്നില്ലെങ്കിലോ 10 ആപ്പിളേ ഉള്ളൂ, മേടിക്കാൻ 100 പേരുണ്ടെങ്കിലോ അവിടെ ആപ്പിളിന് ഡിമാൻഡ് ഭയങ്കര കൂടുതലാണ്, സപ്ലൈ ഇല്ല. അപ്പോൾ ആപ്പിളിൻ്റെ വില ഭയങ്കരമായിട്ട് കയറിപ്പോകും. അത് നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. പക്ഷേ അതേസമയം ഗവൺമെൻറ് ഇൻ്റർവ്യൂ ചെയ്യും. ഒരു പരിധി കൂടുതൽ ഇതിൻ്റെ വില കയറ്റി വിടാൻ ഗവൺമെൻറ് സമ്മതിക്കത്തില്ല. മാത്രമല്ല ചില എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട് നമ്മുടെ നാട്ടിൽ. അതായത് ചില കമ്മോഡിറ്റീസ് ഗവൺമെൻറ് എസെൻഷ്യൽ കമ്മോഡിറ്റി ആയിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒന്നും വില നമുക്ക് ചുമ്മാ എനിക്ക് പ്രൈവറ്റായിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യാം. ഒരിടയ്ക്ക് നമ്മുടെ ബോട്ടിലിൻ്റെ വാട്ടർ അത് ഈ ആക്ടിൽ പെടുത്തി എൻ്റെ വില തീരുമാനിച്ചിരുന്നു, പിന്നെ അത് എടുത്തു മാറ്റി. അപ്പോൾ എനിക്ക് ബോട്ടിലിൽ വാട്ടർ ഉണ്ടാക്കാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്ന വിലയ്ക്ക് അത് വിൽക്കാൻ പറ്റത്തില്ല, അത് ഗവൺമെൻറ് കൺട്രോൾ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചില ഗുഡ്സൊക്കെ ഗവൺമെൻറ്റാണ് പ്രൈസ് തീരുമാനിച്ച് വിൽക്കുന്നത്. ഓക്കെ, പിന്നെ PDS നമ്മുടെ റേഷൻ കടകൾ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അവിടുത്തെ വില തീരുമാനിക്കുന്ന ആരാ? ഗവൺമെൻറ്റാണ്. PDS നടത്തുന്ന റേഷൻ കടക്കാരനാണോ? അല്ല, ഒരിക്കലും അല്ല, ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചില സെക്ടേഴ്സ് മാത്രം ഗവൺമെൻറ്റിനും ചില സെക്ടേഴ്സ് പ്രൈവറ്റിനും വിട്ടുകൊടുത്തിരിക്കുന്നു. അതാണ് ഒരു മിക്സഡ് എക്കണോമിയുടെ പ്രത്യേകത. സോ അതൊക്കെയാണ് നമ്മുടെ 3 ടൈപ്സ് ഓഫ് ഇക്കോണമി: ഒരു കമാൻഡ് ഇക്കോണമി, ഒരു മാർക്കറ്റ് ഇക്കോണമി ആൻഡ് മിക്സഡ് ഇക്കോണമി. സോ അതാണ് നമ്മുടെ എക്കണോമിയിലെ ആദ്യത്തെ ടോപ്പിക്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇക്കോണമി. സോ അതിനകത്തെ കൺസെപ്റ്റ്സ് എല്ലാം ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മളിപ്പം അടുത്ത എക്കണോമി ഭാവിയിലോട്ട് നമ്മൾ പഠിച്ചു വരുമ്പം, അപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ ഇന്ത്യയിലോട്ട് വരുമ്പം ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ പോളിസി എന്താണ്, RBIയുടെ മോണിറ്ററി പോളിസി എന്താണ്, ഇത് നമ്മൾ എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത്, ഇതെല്ലാം ഒരു മിക്സഡ് എക്കണോമിയുടെ ഫീച്ചേഴ്സായിട്ട് വരും. ഓക്കെ, അത് നമ്മൾ പിന്നീട് വിശദമായിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, സോ അതോടുകൂടി നമുക്ക് ഈ ടോപ്പിക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം.